ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏഷ്യൻ ബ്ലോഗർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് എങ്ങനെ തമ്പനെയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഇടയിൽ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ പലർക്കും ഈ പറയുന്ന പോലെ ഈ തമ്പനെയിൽ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറയുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു തമ്പനെയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, ഇപ്പം ഞാൻ തമ്പനെയിൽ ഡിസൈൻ ചെയ്യുന്ന എൻ്റെ ഒരു ഐഡിയ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കൂടാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് നല്ലൊരു തമ്പനെയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ചില ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഏത് രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എങ്ങനെയാണ് തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും കണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്താൽ അത് നമുക്ക് പിന്നീട് ചാനലിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നോൺ കോപ്പിറൈറ്റഡ് ഇമേജസ് സെർച്ച് ചെയ്തെടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ഇമേജ് നോക്കി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. പിന്നെ ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊരു സാമ്പിൾ മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തമ്പനെയിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ ആദ്യമേ ചെയ്യുന്നത്, ഇവിടെ സ്നാപ്സീഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്യുക. സ്നാപ്സീഡിൽ പോയതിന് ശേഷം നമുക്ക് ഈ ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ടൂൾസിൽ പോയതിന് ശേഷം ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. എന്നിട്ട് ഈ ഒരു സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. 16.5. ഓക്കെ, ഇത് ഈ ഒരു സൈസിലേക്ക് സെറ്റ് ചെയ്യുക. കാര്യം നമ്മുടെ യൂട്യൂബ് തമ്പനെയിൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിറ്റായിട്ട് ഇരിക്കത്തില്ല. കുറച്ച് ഭാഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത് ഇതിനകത്ത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്നാപ്സീഡിൽ തന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു സംഭവത്തിൽ ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം കാണുന്ന സംഭവം ഒരു ഫ്രെയിമാണ്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പല ടൈപ്പ് ഫ്രെയിംസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിം കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡായി പറയുന്നത് കേട്ടോ. അത് ഞാനിങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് സേവ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഇമേജ് സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ഇതിനകത്ത് വെക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഗൂഗിളിൽ പോയിട്ട് ഇവിടെ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം ഇമേജ് അങ്ങനെ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ കോഡെന്ന് പറയുന്നത് remove.bg എന്നാണ്. അപ്പോൾ അതിൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഫോട്ടോ അതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഏകദേശം ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഡൗൺലോഡ് കൊടുക്കും. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ബോഡി മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇവിടെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പിക്സൽ ആപ്പ് എന്ന് പറയും. ഇതെല്ലാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് നിലവിലുള്ള ഒരു സംഭവം ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ഇതൊരു PNG ഫോർമാറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ടിക്കിൻ്റെ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഈ സംഭവം ഇങ്ങനെ വന്നിട്ട്. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനൊരു സ്ട്രോക്ക് കൊടുക്കണം. സ്ട്രോക്ക് കൊടുക്കാനായിട്ട് ഇവിടെ തന്നെ സ്ട്രോക്ക്, ഓക്കെ, ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് ഇത് എനേബിൾ കൊടുക്കുക. അതിനുശേഷം കുറച്ച് താഴോട്ടാക്കിയിട്ട് ഇതിപ്പോൾ സ്ട്രോക്കിൻ്റെ വിഡ്ത്ത് 2 കിടക്കുന്നത്, അത് നമ്മളൊന്ന് കൂട്ടി കൊടുക്കണം. നമുക്കവിടെ കാണാൻ പറ്റും ചെറിയൊരു വൈറ്റ് ലൈനിങ് നമ്മുടെ ബോഡിക്ക് ചുറ്റും വരുന്നതായിട്ട്. അപ്പം ഞാനതൊരു 8 കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് കൊടുത്തിട്ട് ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് സേവ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സേവിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആസ് ഇമേജ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ഡയമെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകിൽ അൾട്രാ കൊടുക്കാം, അല്ലെങ്കിൽ വെരി ഹൈ കൊടുക്കാം. ഞാനിപ്പോൾ വെരി ഹൈ കൊടുത്തിട്ട് സേവ് ടു ഗാലറി. ഓക്കെ, ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഫോണിനകത്ത് ഗാലറിയിൽ ഈ പിക്ചർ ഓപ്പൺ ചെയ്യുക. കാര്യം സ്നാപ്സീഡ് ഞാൻ ആദ്യം ഉപയോഗിച്ചതിനകത്ത് ഈ ഫോട്ടോ ഇങ്ങനെ കൊണ്ട് വെക്കാനായിട്ട് ഉള്ളൊരു ഓപ്ഷൻ വരുന്നില്ല. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതിവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഓപ്പൺ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ എഡിറ്റിങ്ങിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത്തിരി സൈസുള്ള പിക്ചറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് ജസ്റ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ ഈ മൂന്നാമത്തെ ഈ സംഭവത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക, മൂന്നാമത്തേത്. അവിടെ ആദ്യത്തെ കാണുന്ന സംഭവം നമ്മുടെ ഗാലറിയിൽ നിന്ന് പിക്ചർ എടുക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിക്സലാബ്. അപ്പോൾ അടുത്ത് നമ്മൾ പിക്സലാബിലേക്ക്, പിക്സലാബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് പോയാൽ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ വരും. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മുടെ 2 കൈ യൂസ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ സൂം ചെയ്യാനായിട്ട് സാധിക്കും. സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും നമ്മുടെ 2 കൈയുടെ വിരലുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. അതിനുശേഷം നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഈ രീതിക്ക് നമുക്കിത് ഇങ്ങനെ കൊണ്ടുവെക്കാം. ഇതിന് ശേഷം നമുക്കിത് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ സ്നാപ്സീഡിലേക്ക് പോകണം. അതായത് ഈ ഒരു 2-3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നല്ലൊരു തമ്പനയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ 2-3 മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി സ്നാപ്സീഡിൽ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് സേവ് ചെയ്ത ആ ഒരു ഇമേജ് ഇവിടെ കൊണ്ടുവരിക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ വെച്ച് ടെക്സ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂൾസിൽ പോയിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന സംഭവം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്ക് ഇതൊരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അവിടെ കൊടുക്കാം. ഇപ്പോൾ ഹൗ ടു ഫൈൻഡ് അല്ലെങ്കിൽ ഹൗ ടു ചെക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുകയാണ്. ഇപ്പോൾ ഹൗ ടു ഫൈൻഡ് എന്തെങ്കിലും ഒരു സംഭവം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാനും ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നമുക്കിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇതിങ്ങനെ ചെറുതാക്കാം വലുതാക്കാനൊക്കെ സാധിക്കുമോ. ഇത് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സ്റ്റൈൽ, ഈ ഒരു സംഭവം വേണ്ടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റൈൽ മാറ്റാം. ഇവിടെ ഇങ്ങനെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ സ്റ്റൈൽസ് ഇങ്ങനെ ഈസി ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നമുക്കിഷ്ടമുള്ള ഏത് ടൈപ്പ് ടെക്സ്റ്റ് സ്റ്റൈൽ വേണമെങ്കിലും ഇതിൽ കൊണ്ടുവരാം. എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, ഞാൻ മിക്കവാറും യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക ഇതിനകത്ത്. ഓക്കെ, ഇപ്പോൾ തന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം തിങ്ക് ചെയ്യുന്നതായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് അങ്ങനെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ ആദ്യം ഇത് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ഇമേജ് ഇവിടെ ഓപ്പൺ ആക്കിയതിന് ശേഷം അടുത്ത ടെക്സ്റ്റ് സ്റ്റൈൽ ഇതിനകത്ത് കൊടുത്താൽ മതി. ആ രീതിക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കളർ മാറ്റാനായിട്ട് പറ്റും. ഇവിടെ നമുക്കിതിൻ്റെ കളർ ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പാസിറ്റി, ഇതിൻ്റെ ആ ഒരു ഇത് കുറച്ച് കൊടുക്കുക. ഒപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. ഓക്കെ, കണ്ടോ, ഈ രീതിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 2 ടൈപ്പ് ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എക്സ്പോർട്ടിൽ സേവ് കൊടുത്തു. കാര്യം ഒരേ സമയം 2 ടെക്സ്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നെ വീണ്ടും ടൂൾസ് എടുത്തിട്ട് ഈ ടെക്സ്റ്റ് എടുക്കുക. സെയിം ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ നിന്ന് തന്നെ കൊടുക്കാനായിട്ട് പറ്റും.
ഡബിൾ ക്ലിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്താണോ മാറ്റേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റൈൽ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്കിത് ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. നമ്മുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഈ രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വീണ്ടും എക്സ്പോർട്ടിൽ പോയിട്ട് സേവ് കൊടുത്താൽ മതി. ഈ പിക്ചർ ഇതിനകത്ത് സേവ് ആവുന്നതാണ്. നമുക്കൊരു മലയാളം ഫോണ്ടാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നോക്കാം. നമുക്കിവിടെ ഈ അണ്ട് കൊടുത്താൽ ചെയ്തതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അപ്പോൾ അണ്ട് കൊടുത്താൽ ഇതെല്ലാം പോകുന്നതാണ്. ഞാനിപ്പോൾ അണ്ട് കൊടുത്തു. നമുക്കിനി ഇതിനകത്ത് മലയാളം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിന് ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോയിട്ട് മലയാളം ടൈപ്പിംഗ് ഇൻ ബ്രൗസർ അത് കൊടുക്കുക. അതിൽ നമ്മൾ ഞാൻ ജസ്റ്റ് അടിപൊളി എന്ന് ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കുക. കോപ്പി ടെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ സ്നാപ്സീഡിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ. അതിനുശേഷം ടൂൾസ് എടുത്തിട്ട് ടെക്സ്റ്റ് എടുക്കുക. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ അവിടെ നിന്ന് കോപ്പി ചെയ്ത മലയാളം ടെക്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നാൽ ഈ രീതിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര വലിയ ടെക്സ്റ്റാണോ എത്ര നീളത്തിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താൽ അത് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ മാറ്റാം. ഇവിടെ ഏത് മോഡൽ വേണമെങ്കിലും ആക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ രീതിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആണോ എന്ന് എനിക്കറിയില്ല. ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ ഈ രീതിക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിനകത്ത് 2-3 ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു തമ്പനെയിലിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഒരെണ്ണം ചെയ്യാൻ പറ്റുന്നത് ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോട്ടോഷോപ്പ് അറിയാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫോണിലാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഈ 2-3 ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫോണിൽ ചെയ്യാൻ കുറച്ച് ഈസിയാണ് ഇത് സംഭവം. ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. അതിനുശേഷം നമുക്കിത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഈ മുകളിൽ ഈ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. അതിനുശേഷം നമ്മുടെ ഏത് വീഡിയോ ആണോ നമുക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന തമ്പനെയിൽസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുക. അതിനാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പ് ചെയ്ത തമ്പനെയിൽസ് ഒന്നും കൊള്ളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ രീതിക്ക് ചേഞ്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൽ വന്ന് എഡിറ്റിൽ കൊടുത്തിട്ട് എഡിറ്റ് തമ്പനെയിൽസ് എന്ന് പറയുന്ന സംഭവത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഈ സംഭവം വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇതിങ്ങനെ കൊടുത്തിട്ട് സെലക്ട് കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം അവിടെ വരുന്നതായിരിക്കും. ഞാൻ ലാസ്റ്റ് ചെയ്ത സംഭവം ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതവിടെ വരാത്തത്. അപ്പോൾ അത് സേവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിക്കാണ് നമുക്ക് നല്ലൊരു തമ്പനെയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈസി മെത്തേഡ് അറിയാവുന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നിങ്ങൾ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം കുറച്ച് ഐഡിയാസ് വരും. വേറെ കുറച്ച് ഈസി ആയിട്ടൊക്കെ ചെയ്യാനുള്ള ഐഡിയാസ് വരും. ഓക്കെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. ഓക്കെ. താങ്ക്